നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാർ ദുബായിയോട് കാട്ടിയ വഞ്ചന പൊറുക്കാനാകില്ല. അതിനാൽ തന്നെ പണി പിന്നാലെയും വരുന്നുണ്ട്. പ്രവാസികൾ അന്നം നൽകിയ നാടിന് ചെയ്ത ക്രൂരത അവർ മറക്കില്ല. ജീവിതഭാരങ്ങൾ പേറി ഗൾഫിലെത്തിപ്പെടുന്നവർ അല്പം പച്ചപിടിക്കുമ്പോൾ വലിയ സ്വപ്നങ്ങൾ കൊയ്യാനായി വായ്പയെടുത്തും ക്രെഡിറ്റ് കാർഡ് വഴിയും വൻതുക കൈപ്പറ്റി മുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ തേടി UAE പ്രമുഖ ബാങ്കുകൾ ഇപ്പോൾ രംഗത്തെത്തിയതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തട്ടിയത് ഒന്നും രണ്ടുമല്ല, 50,000 കോടി രൂപ. ഗൾഫ് എന്ന മലയാളികൾക്ക് സ്വപ്നഭൂമി തന്നെയാണ്. അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. ഗൾഫിൽ അല്പം പച്ചപിടിച്ചാൽ ലോൺ വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും എത്ര വേണമോ പണവും സാധനങ്ങളും ലഭിക്കും. അതുപയോഗിച്ച് ഗൾഫിലും നാട്ടിലും ബിസിനസ് തുടങ്ങാനും സൗദങ്ങൾ പണിയാനും ആഡംബര കാറുകൾ വാങ്ങാനും ശ്രമിക്കുന്നവരും വിരളമല്ല. മിക്കവരും അത് അടച്ചു തീർക്കാറാണ് പതിവെങ്കിലും പലരും അത് ചെയ്യത്തില്ല. ഗൾഫല്ലേ, എപ്പോൾ വേണമോ വരുമാനം നിലയ്ക്കാം. അതോടെ ലോണും ക്രെഡിറ്റും കാർഡുമെല്ലാം പിന്നെ സ്വാഹ. പിന്നെ ഉണ്ടാകുന്നത് വലിയ പലിശയും. നടപടിയോർത്ത് മിക്കവരും ഇത്തരം ലോണുകൾ അടച്ചു തീർക്കാറാണ് പതിവെങ്കിലും പലരും മറക്കാറുണ്ട്. എന്നാൽ ഏവരെയും ഞെട്ടിപ്പിച്ച് അടയ്ക്കാത്തവരുടെ വലിയ കണക്കുകളാണ് ഇപ്പോൾ UAE പ്രമുഖ ബാങ്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. വായ്പയെടുത്തും ക്രെഡിറ്റ് കാർഡ് വഴിയും വൻതുക വെട്ടിച്ചു കടന്ന ഇന്ത്യക്കാരിൽ നിന്ന് പണം ഈടാക്കാൻ UAE പ്രമുഖ ബാങ്കുകൾ ഇന്ത്യയിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയെന്നാണ് ലഭ്യമാകുന്ന വിവരം. 5 വർഷത്തിനിടെ 50,000 കോടി രൂപയിലേറെയാണ് ഇത്തരത്തിൽ UAE ബാങ്കുകൾക്ക് പ്രവാസികൾ കാരണം നഷ്ടമായത് തന്നെ. മുങ്ങിയവരിൽ ഏറെയും മലയാളികളെന്നാണ് ലഭ്യമാകുന്ന വിവരം. സാമ്പത്തിക ഇടപാടുകളിൽ UAE സിവിൽ കോടതികളിലെ വിധികൾ ഇന്ത്യയിലെ ജില്ലാ കോടതി വിധിക്ക് തുല്യമാക്കിയ വിജ്ഞാപനം പുറത്തു വന്നതിന് പിന്നാലെയാണ് UAE ബാങ്കുകളുടെ ഈ നീക്കം. ബാങ്കുകൾക്ക് നഷ്ടമായ തുകയിൽ 70% വൻ ബിസിനസ് സ്ഥാപനങ്ങളുടെ വായ്പയാണ്. ക്രെഡിറ്റ് കാർഡ്, വാഹന വായ്പ, വ്യക്തിഗത വായ്പ തുടങ്ങിയ ഇനങ്ങളിലായാണ് 20%ലേറെയും. UAE ബാങ്കുകളുടെ നിഷ്ക്രിയ വായ്പാ തോത് 2017 7.5% ഉയർന്നിരുന്നു. ചില ബാങ്കുകളുടെ പ്രവർത്തനം ഇതോടെ പ്രതിസന്ധിയിലായതായും ലഭ്യമാകുന്നുണ്ട്. ചില ബാങ്കുകളുടെ ലാഭം കുറഞ്ഞു. ഇതോടെ അവ പരസ്പരം ലയിക്കുകയാണ് ഉണ്ടായത്. UAE വലിയ ബാങ്കുകളായ എമിറേറ്റ്സ്, NBD, അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് ഉൾപ്പെടെ 9 ബാങ്കുകളാണ് നിയമ നടപടികളുമായി നീങ്ങുന്നത്. ഖത്തറും ഒമാനും ആസ്ഥാനമായുള്ള ചില ബാങ്കുകൾ കൂടി ഇവർക്കൊപ്പം ചേരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വൻതുക വായ്പയെടുത്ത് ഇന്ത്യയിലേക്ക് കടന്ന വലിയ ബിസിനസ് ഗ്രൂപ്പുകളുടെ വിശദാംശങ്ങൾ ബാങ്കുകൾ വൈകാതെ പരസ്യപ്പെടുത്തുമെന്നും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇന്ത്യയിൽ നിയമ നടപടിക്ക് നീങ്ങുന്നത് UAE ബാങ്കുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. കഴിഞ്ഞ മാസം ഇന്ത്യ വിജ്ഞാപനം പുറത്തിറക്കിയതോടെ ഇതിനുള്ള സാധ്യതകൾ തുറന്നതായി ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖരും സ്ഥിരീകരിക്കുന്നുണ്ട്. 2017 നിഷ്ക്രിയ വായ്പകൾ 7.5%ആയിരുന്നുവെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ സ്ഥിതി അല്പം മെച്ചപ്പെടുകയാണ് ഉണ്ടായത്. എങ്കിലും ഒട്ടേറെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ ഉപേക്ഷിച്ച് വൻതുക വായ്പയെടുത്ത് മുങ്ങിയവരേറെയുണ്ട്. ബാങ്കുകൾക്ക് നഷ്ടം വരുത്തുക മാത്രമല്ല, ആയിരങ്ങളെ ഇവർ തൊഴിൽരഹിതരുമാക്കി. ഇത്തരം പ്രതിസന്ധി കാരണം UAE 3 ബാങ്കുകൾ കൂടിയാണ് ലയിക്കുന്നത്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക്, യൂണിയൻ നാഷണൽ ബാങ്ക്, അൽ ഹിലാൽ ബാങ്ക് എന്നീ 3 ബാങ്കുകളാണ് ലയിക്കുന്നത്. ലയനത്തിന് ശേഷമുള്ള ബാങ്കിന് 420 ബില്യൺ ദിർഹം ആസ്തി ഉണ്ടാകും. ഇതായിരിക്കും UAE ഏറ്റവും വലിയ 3ാം ബാങ്ക്. ഇടപാടുകളുടെ കാര്യത്തിൽ UAE 2ാം സ്ഥാനത്തായിരിക്കും പുതിയ ബാങ്ക്. എന്തായാലും ബാങ്കുകളുടെ പരാതിയിന്മേൽ UAE സർക്കാർ കൂടി കടുത്ത നിലപാട് സ്വീകരിച്ചാൽ പല മലയാളികളും കുടുങ്ങുന്നതായിരിക്കും. ഇനി UAE കാലുകുത്താനാകില്ല. കുത്തിയാൽ അറ്റ്ലസ് രാമചന്ദ്രന്റെ അവസ്ഥയാകുമെന്നും പറഞ്ഞറിയിക്കട്ടെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.